നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി സ്റ്റഡി എബ്രോഡ് മാസ്റ്റർ കൺസൾട്ടൻറ്റ് ശ്രീ ദിലീപ് രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ കുട്ടികൾ കേരളത്തിലെ അതുപോലെ ഇന്ത്യയിലെ കുട്ടികൾ എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ്. അതെ, അവിടെയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ളത് എന്ന് പറയുന്നു. മാത്രമല്ല ഈ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷനും അതിന് വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട് ലോകത്തെമ്പാടും. അതെ. പക്ഷേ പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവർ ഒന്നുകിൽ യു കെയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കാനഡയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ആ തൊഴിൽ സാധ്യതകൾ എല്ലാം കുറഞ്ഞിരിക്കുകയാണ്. കമ്പാരറ്റീവ്ലി പുതിയത് എക്സ്പ്ലോർ ചെയ്യാനും ആരും തയ്യാറെടുക്കുന്നുമില്ല. ഇവരെ ഈ മേഖലയിലേക്ക് വഴി തെളിയിക്കേണ്ടവർക്കാണെങ്കിൽ അവർക്ക്, എനിക്ക് തോന്നുന്നു, ഈ മേഖലയെക്കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യം കുറവാണെന്നും തോന്നുന്നു. അതെ. എത്രയോ കാലമായി ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ദിലീപിന് പറയാനുള്ളത്? ആദ്യമായി എത്ര കാലമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നത് ഞാനൊരു യാർഡ് സ്റ്റിക്കായിട്ട് കൂട്ടുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഈ നടക്കുന്ന അല്ലെങ്കിൽ യു കെയുടെയും കാനഡയുടെയും ഡൗൺഫോൾ ഇത് പ്രൊഡിക്റ്റഡ് തന്നെയായിരുന്നു. ശരിക്കും ഇതൊരു വലിയൊരു പുതുമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഒരു $2 ട്രില്യൺ ആയിട്ടുള്ള കാനഡ എന്ന് പറയുന്ന എക്കണോമിയിലേക്ക് 10 ലക്ഷം പിള്ളേരാണ് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന്. അതിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ ഇന്ത്യയിൽ നിന്നും. അപ്പോൾ അതിന് കാരണം അവിടെ അത്രയും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യു കെയിലും കാനഡയിലും ഉണ്ട്. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ട് നമുക്ക് വിസ എന്ന് പറയുന്ന വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പോൾ ഒരു രാജ്യത്തെ വിസ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ ഇവിടുന്ന് കയറ്റി അയക്കാൻ സാധിക്കും. അതാണ് ഈ പറഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 5 വർഷം 10 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് എന്നത് ഞാനൊരു അളവ് പോലെയായിട്ട് കണക്കാക്കുന്നില്ല. എത്ര രാജ്യങ്ങളെ പറ്റിയിട്ട് സമഗ്രമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം. ഞാൻ നിങ്ങളെ എൻ്റെ അടുത്ത് ആരും ഒന്ന് ചോദിച്ചാലും യു കെയിലേക്കോ കാനഡയ്ക്കോ മാത്രം ഒരു കുട്ടികളെ അയക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അറിവെന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് സ്റ്റാഗ്നൻ്റ് ആണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഒരു യു കെയും കാനഡയും മാത്രം പഠിച്ചുകൊണ്ട് ഈ വർഷം 1000 കുട്ടികൾ, അടുത്ത വർഷം 2000, അതിനടുത്ത വർഷം 5000 കൂടുതൽ ആൾക്കാരെ കയറ്റി അയക്കുന്നുണ്ട്. ബട്ട് എൻ്റെ അറിവിന് എന്ത് വ്യത്യാസമല്ല. ഈ 2 എക്കണോമിയെ പറ്റി മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഈ 2 എക്കണോമികൾ എത്ര ഇൻഡസ്ട്രികൾ നന്നായിട്ട് പ്രവർത്തിക്കും, ആ ഇൻഡസ്ട്രികളിലേക്ക് മാത്രമല്ലേ ഒരു കുട്ടിക്ക് നല്ല കരിയർ വരുള്ളൂ. എക്സാക്ട്ലി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കാനഡിയൻ ഗവൺമെന്റ് 10 ലക്ഷം സ്റ്റഡി പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിരുന്നു 3.5 ലക്ഷമാക്കി കുറയ്ക്കുകയാണ്. അപ്പോൾ അതിന് കാരണം എന്താണ്? അവർക്ക് തന്നെ ആവശ്യമില്ല, താല്പര്യം. ഇതൊന്നും റിക്വയർ എനി മോർ സ്റ്റുഡൻസ് എന്ന് പറയും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും മറ്റ് രാജ്യങ്ങളെക്കുറിച്ച്, അവിടെയുള്ള ഇതിൻ്റെ സ്കോപ്പിനെ കുറിച്ച്, അവിടെയുള്ള എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനെ കുറിച്ച് അവർക്ക് വലിയൊരു വിവരം അത് അവർക്കില്ല. മാത്രമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിച്ചു വിടുന്നുമില്ല. അതിന് റീസൺ അല്ല, അതെന്തുകൊണ്ടാണ്? അതിന് റീസൺ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു എക്കണോമികൾ ബാക്കി നോക്കുക വെച്ചാൽ ഷെങ്കൻ ഏരിയ, യൂറോപ്യൻ രാജ്യങ്ങളെ പിന്നെ പറയുന്നു 29 രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ 29 രാജ്യങ്ങൾക്കും 29 വിസ പ്രോസസ്സാണ്. അപ്പോൾ ഈ 29 പ്രോസസ്സിനെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല എഫേർട്ടുള്ളൊരു പണിയാണ്. നേരെ മറിച്ച് യു കെയോ കാനഡയോ അയർലൻഡോ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ എവിടെയൊക്കെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളമുള്ള ഇതിൽ ഏതെങ്കിലും രാജ്യം നമ്മൾ കാറ്റർ ചെയ്താൽ ഒറ്റ വിസ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അത്രയധികം കുട്ടികളെ കയറ്റി അയക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ്? ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. ഈ സ്റ്റുഡൻറ്റ് വിസ കിട്ടാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ട്? മെയിനായിട്ട് നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വർക്ക് വിസയ്ക്കാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ നമുക്കൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ഉണ്ട്, നമ്മുടെ എംപ്ലോയർ. നേരെ മറിച്ച് സ്റ്റുഡൻ്റ് ആയിട്ട് പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്യുവർ ഫിനാൻഷ്യൽസ് ആണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഘടകം. അപ്പോൾ ഫിനാൻഷ്യലി എത്രമാത്രം സൗണ്ടാണ്, സ്ട്രോങ് ആണ്, പിന്നെ നമ്മുടെ മോട്ടീവ് എന്താണ്, നമ്മൾ തിരിച്ചു വരാൻ പോകുന്ന ആളാണോ, അവിടെ സെറ്റിൽ ചെയ്യാൻ പോകുന്നതാണോ, ഇങ്ങനെ നമ്മുടെ പ്രൊഫൈലിനെ വിവിധ തലങ്ങളിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു എംബസി ഓഫീസർ വിസ തരുന്നത്. അപ്പോൾ ഫൈനാൻസ് എന്നുള്ളത് തന്നെയാണ് ഒരു മെയിനായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. മറ്റ് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതിലും നല്ല ശ്രദ്ധ വേണം നമുക്ക്. അല്ല, ഇപ്പോൾ പുറത്ത് പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ അവിടുത്തെ ഗവൺമെൻറ്? എല്ലാ ഗവൺമെൻറ്റും അല്ല. സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് ഒരു സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ട്. നിങ്ങൾ ഒരു പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സമയം പഠനത്തിന് ശേഷം നിങ്ങളിവിടെ നിന്നോളൂ, നിങ്ങൾ ആ പൈസ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ടൈം, അതിനാണ് സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ റിട്ടേൺ ചെയ്യുന്ന സന്തോഷമുള്ള എത്രയോ രാജ്യങ്ങൾ വർക്ക് വിസ ഇപ്പോഴും ഇഷ്യൂ ചെയ്യുന്നില്ലേ. അപ്പോൾ അതവരെ താല്പര്യമുള്ളത് തന്നെയാണ്. അല്ല, ഇപ്പോൾ ഇത് കാണുന്നവർ, പ്രേക്ഷകർ, രക്ഷിതാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ US, UK, കാനഡ
അത് നമുക്ക് മറക്കാം. ഓക്കെ. മറ്റ് രാജ്യങ്ങൾ ഏറ്റവും നല്ല ഈ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇത്രയും രാജ്യങ്ങൾ നമ്പർ 1 നമ്പർ 2 അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും നല്ല മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരവുണ്ടോ? അങ്ങനെ ഉത്തരമില്ല. എല്ലാ വ്യക്തിക്കും ഒരു മിക്സ് ആണ് അല്ലേ. അതേപോലെ തന്നെ ഒരു എക്കണോമി എന്ന് പറയുമ്പോൾ അതിൻ്റെ പൈസയുടെ സ്രോതസ് ഏതാണ്, ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്നാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്, അവിടെയാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത് യൂണിവേഴ്സിറ്റി തലങ്ങളിലേക്ക് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അവരുടെ റാങ്കിങ് ഉണ്ട്. ഇപ്പോൾ ഗ്ലോബൽ തലത്തിൽ തന്നെ എവിടെയാണെങ്കിലും, ഇപ്പോൾ ആഫ്രിക്കയിലുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇന്ത്യയിലുള്ളതാണെങ്കിലും ഇതൊക്കെ തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് റാങ്കിങ് സംവിധാനമുണ്ട്. ആ റാങ്കിങ് സംവിധാനത്തിൽ പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് എവിടെയാണെങ്കിലും, അത് ലാറ്റ്വിയ പോലത്തെ ഒരു ചെറിയ രാജ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാൾട്ട പോലത്തെ ഒരു ഐലൻഡ് നേഷൻ ആയിക്കോട്ടെ, ജർമ്മനി പോലത്തെ ഒരു വലിയ എക്കണോമി ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ശരി ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് മിനിമം എൻഷുർഡ് ആയിരിക്കും. +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ അവർക്ക് ഇപ്പം ഈ ഒരു നമ്മുടെ വർത്തമാനകാലത്ത് ഏറ്റവും അവരെ ഇപ്പം ദിലീപ് അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്? അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഇൻക്ലൂഡിങ് അവർക്ക് സ്കോളർഷിപ്പ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ പോളണ്ട് എന്ന് പറയുന്ന രാജ്യം, അത് സെൻട്രൽ യൂറോപ്യൻ രാജ്യമാണ്. ആ രാജ്യം എന്ന് പറയുന്നത് വലിയ വിശാലമായ രാജ്യമാണ്. അതിൻ്റെ ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും കുറവായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങൾക്ക്, പല മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെയും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഹബ്ബാണ് പോളണ്ട്, വെയർ ഹൗസിംഗ് ഫെസിലിറ്റിയുടെ. വിച്ച് മീൻസ് ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾക്ക് സാധ്യത അവിടെ കൂടും. നേരെ മറിച്ച് ജർമ്മനിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 80% എക്കണോമി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന മാനുഫാക്ചറിംഗ് ആണ്. പ്രിഡോമിനൻ്റ്ലി ഈ പറഞ്ഞ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ടെക്നോളജി റിലേറ്റഡ് ഫീൽഡിലേക്ക് പോകുന്ന ഒരാൾക്കാണെങ്കിൽ ജർമ്മനി നല്ല ഓപ്ഷനാണ്. ഇനി മാൾട്ട എന്ന് പറയുന്ന ഒരു കുഞ്ഞ് $20 ബില്യൺ മാത്രം GDP സൈസുള്ള ഒരു ഐലൻഡ് നേഷനാണ്. അവിടെ ടൂറിസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി പോലത്തെ പ്രോഗ്രാം താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടേക്ക് പോകാം. ഇങ്ങനെ ഓരോ എക്കണോമിയുടെയും പൈസ ജനറേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ മേജർ സോഴ്സ് എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഡെൻമാർക്ക്, സ്വീഡൻ 2 രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. അവിടേക്കാണ് മെഡിക്കോ വാലി എന്നൊരു കൺസെപ്റ്റ് രൂപീകൃതമുണ്ട് ഇപ്പോൾ. അതിന് കാരണം എന്ന് പറയുന്നത് ഫാർമ ഇൻഡസ്ട്രിയുടെ ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ടിങ് വരുന്നുള്ള 2 സ്ഥലങ്ങളാണത്. അതേപോലെ തന്നെ നെതർലാൻഡ്സും ഉണ്ട് ഈക്വലായിട്ട്. അപ്പോൾ ആ ഫാർമ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോണ കുട്ടികൾക്കാണെങ്കിൽ ഈ എക്കണോമികൾ ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓരോ എക്കണോമിക്കും ഒരു ഇതുണ്ട്. സെയിം ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ കാനഡ, അവിടെ കൺസ്ട്രക്ഷൻ നല്ലതാണ്, ഹെൽത്ത് കെയർ നല്ലതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മൈനിങ് നല്ലതാണ്, പബ്ലിക് ഹെൽത്ത് നല്ലതാണ്. അപ്പോൾ ചില സ്പെസിഫിക് ഇൻഡസ്ട്രികളുടെ മുകളിലായിരിക്കും ജോലി സാധ്യതകളുള്ളത്. അപ്പോൾ ഇതല്ലാതെ എല്ലാവരും ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രികളിലേക്ക് നമ്മളതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ പേരിൽ മാത്രം പോയി കഴിഞ്ഞാൽ അത് ക്രംബിൾ ചെയ്യും. അല്ല, ഓരോ രാജ്യവും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള എഡ്യൂക്കേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്നത് റാങ്കിങ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ്. അത് രാജ്യത്തിന് അതിനൊന്നും ചെയ്യാനില്ല. അതായത് ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല യൂണിവേഴ്സിറ്റികളും നമ്മൾ നോക്കുകയാണെങ്കിൽ 100 കണക്കിന് വർഷം പഴക്കമുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ ഞാനിവിടെ ചെക്ക് റിപ്പബ്ലിക്കിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഷാൾസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെയായിരുന്നു ഐസക് ന്യൂട്ടൺ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന വലിയ പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിന് മുന്നേ അദ്ദേഹം പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് ഷാൾസ് യൂണിവേഴ്സിറ്റി. അതായത് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പഠിച്ചിറങ്ങിയിട്ടുള്ളതും അങ്ങനത്തെ ലോക പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുള്ള പഠിച്ചിറങ്ങിയ അനേക യൂണിവേഴ്സിറ്റികളുണ്ട്. അത് രാജ്യത്തിൻ്റെ സൈസും യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി തമ്മിലേക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് പ്യുവർലി ഡിപ്പെൻഡ് ആണ്. അതിനൊരു റാങ്കിങ് സംവിധാനത്തിൽ, ഗ്ലോബൽ റാങ്കിങ് സംവിധാനത്തിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റി ആണെങ്കിൽ രാജ്യത്തിൻ്റെ സൈസിന് പ്രോമിനൻസ് ഇല്ല. പബ്ലിക് സെക്ടറിൽ ഉള്ളതാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ, ഏതാ ദ ബെസ്റ്റ്? മുഴുവനായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹാർവാർഡ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് അല്ലേ, പബ്ലിക് യൂണിവേഴ്സിറ്റി അല്ല. അതേസമയം യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ, UPenn എന്ന് പറയുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ പ്രൈവറ്റ് ഓർ പബ്ലിക് എന്നല്ല, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളൊക്കെ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ റാങ്കിങ് സംവിധാനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നന്നായിരിക്കും. അപ്പോൾ ഓവറോൾ ഒരു ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഈ പറഞ്ഞ യൂറോപ്യൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിച്ചത് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടെ എനിക്ക് പഠിക്കാണ്ടായിരുന്ന കോഴ്സ് സിവിലുണ്ട്, മെക്കാനിക്കലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. അങ്ങനത്തെ ബേസിക് കൺവെൻഷണൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉള്ളത്. ഇതിനേക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ നിഷായിട്ടുള്ള സെഗ്മെൻറ്റുകളിൽ പോലും ബാച്ചലർ തലത്തിൽ പ്രോഗ്രാമുകൾ വിദേശത്ത് വന്നു, ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടാത്തതിന് കാരണം എക്കണോമിയുടെ പ്രശ്നമല്ല പലപ്പോഴും. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തത്, സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ള പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ആണ്. CAD-ഉം CAM-ഉം സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന നേരത്താണ് ഞാൻ ഡ്രാഫ്റ്റർ വെച്ചിട്ടാണ് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റ് ഒന്നും ഇൻഡസ്ട്രിയിൽ പോലും ഉണ്ടായില്ലാത്ത ഒരു സമയത്ത് നമ്മൾ ഡ്രാഫ്റ്റർ വെച്ചിട്ടാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വരയ്ക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്, എന്താണ് നടക്കുന്നത്, അതൊന്നും തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്.
ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകൾ വരുന്നു. ഇന്ത്യയെ അപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങൾ അവർ കൊടുക്കുന്ന ട്രെയിനിങ് ഒന്ന് താരതമ്യം ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു കുട്ടികൾ പുറത്ത് പോകുന്നതിന് ഭയങ്കരമായിട്ട് എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിള്ളേർ പാത്രം കഴുകാനാണ് പോകുന്നത്, നല്ല വീട്ടിൽ ജനിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു എക്സാമ്പിൾ ജപ്പാൻ്റെ എടുക്കാം. ജപ്പാനിൽ 12.5 കോടി ജനങ്ങളുള്ളതിൽ 75,000 കുട്ടികളാണ് പുറത്ത് പോയി പഠിക്കുന്നത്. അവർ പറയുന്നത് അത് 5 ലക്ഷത്തിലേക്ക് കൂട്ടാൻ അടുത്ത 15 ഇയേഴ്സിൽ അവരുടെ ടാർഗറ്റ്. അതേസമയം പുറത്തുനിന്ന് അവിടെ വന്ന് പഠിക്കുന്ന 2 ലക്ഷം കുട്ടികളും 5 ലാഖിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വിഷൻ എന്ന് പറയുന്നത് ജപ്പാനിൽ ഒരു ഗ്ലോബൽ ടാലൻറ്റ് പൂൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ കുട്ടികളെ എക്സ്പോഷർ ഗെയിൻ ചെയ്യണ്ടേ, പല കൾച്ചറിൽ വർക്ക് ചെയ്ത് അങ്ങനത്തെ രീതികളിലൂടെ ഇടപഴകി അവർക്കൊരു നോളജ് ഗെയിൻ ചെയ്ത് വരട്ടെ. അവർ അതിനുശേഷം അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്ന തോന്നുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ ക്രിയേറ്റഡ് ആണെങ്കിൽ അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. അവിടെ നേരെ മറിച്ച് അവിടെ ജീവിക്കുന്ന സാഹചര്യമാണ് കൂടുതൽ നല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യും. ആ പോകുന്നതിന് അല്ലെങ്കിൽ അവരെ എക്സ്പോഷർ ഗെയിൻ ചെയ്യുന്നതിന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അൾട്ടിമേറ്റ്ലി ആ എക്സ്പോഷർ തന്നെയാണ് അവരുടെ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അല്ലേ, അതെ, കമ്പാരറ്റീവ്ലി മറ്റ് രാജ്യങ്ങൾ കൂടുതൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് ഈ താഴെത്തട്ടിൽ നിന്ന് തന്നെ അവർക്ക് അത്തരത്തിലുള്ള ഒരു പരിശീലനം കൊടുക്കുന്നില്ലേ അല്ലേ? സിലബസും എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഒരുപാട് സാധ്യതയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ യങ് ആയിട്ടുള്ള ഒരു നേഷനാണ്. 30 വയസ്സിന് താഴെയാണ് ആവറേജ് ഏജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് കൺട്രിയുടെ നോക്കുകയാണെങ്കിൽ 40കളും 50കളും ആണ്. സോ അവർക്ക് വേണം വർക്ക് ഫോഴ്സിനെ, അവർ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ദേ റിക്വയർ സ്കിൽഡ് വർക്ക് ഫോഴ്സ്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ എൻഹാൻസ്ഡ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ കുട്ടികൾക്കുണ്ട്. ഇതിലിപ്പോൾ പൊതുവിലുള്ളൊരു ധാരണ, ഇപ്പോൾ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും എന്നുള്ള അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ വീട് പണയം വെച്ചാലും മക്കളെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കൊണ്ട് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെ ഒരു പൊതുവിൽ അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർ രക്ഷപ്പെടുമോ? ഞാൻ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. എൻ്റെ യാത്രയ്ക്കിടെ ഞാൻ ഡെൻമാർക്കിലെ ഒരു വിബോർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫാമിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ്റെ വീഡിയോ ആണ്. അത് ഭയങ്കര വൈറലായി, 1 മില്യൺ ആൾക്കാരുടെ അടുത്തേക്ക് എത്തി. എന്താ അതിന് കണ്ടന്റ് എന്ന് വെച്ചാൽ 4,000 യൂറോ അവന് സാലറി കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകൾ ഫ്ലഡ് ചെയ്യായിരുന്നു, ഫാമിലെ ജോലി വേണമെന്നാണ് ഇപ്പം എല്ലാവർക്കും താല്പര്യമുള്ളത്. ഞാൻ പറഞ്ഞു ഫാമിൻ്റെ ജോലിയുടെ അല്ല അത്. ഡെൻമാർക്ക് എന്ന് പറയുന്ന ആ രാജ്യത്ത് മിനിമം വേജ് ആക്ട് നടപ്പിലാക്കിയുള്ള രാജ്യമാണ്. അപ്പോൾ ഒരു ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 35,000 ഡാനിഷ് ക്രോണർ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഒരു എംപ്ലോയർ. അപ്പം അത് എന്ന് പറയുന്ന അത് ഫാമിലി ജോലി എന്നല്ല, മറ്റ് എന്ത് പണിക്ക് പോയാലും അത് കിട്ടും, എൻഷുവേർഡ് ആണ്. പക്ഷേ നമ്മൾ ഇപ്പം ഒരുപാട് ചെറിയ രാജ്യങ്ങളുണ്ട്, മാൾട്ടയോ ലാറ്റ്വിയോ എസ്റ്റോണിയോ, കുറേ ചെറിയ രാജ്യങ്ങൾ. നമ്മൾ നല്ല എഡ്യൂക്കേഷന് വേണ്ടി മാത്രം പോകുന്നതാണ്, സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന രാജ്യങ്ങളല്ല. അവിടെ എന്ന് പറയുന്നത് ജീവിത ചെലവ് കുറവാണ്. ആ രാജ്യങ്ങളിൽ നമുക്ക് ഒരു പക്ഷേ നമുക്ക് 1,500 1,700 യൂറോ ആയിരിക്കും നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ചില രാജ്യങ്ങൾ അത്രയും വികസിതമായിട്ടുള്ള പെർ ക്യാപിറ്റ ഇൻകം ഹൈ ആയിട്ടുള്ള ചില രാജ്യങ്ങളിലാണ് അത് ഒരു മിനിമം വേജ് അഷ്യൂർഡ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ അതേപോലെ ടാക്സേഷനും ഉണ്ട്. 50% മേലെ വരെ ടാക്സ് പോകുന്നുണ്ട്. എന്താ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് ആണ്, അതായത് വേറെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമുക്ക് ചെലവ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീ കിട്ടും. ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ സിറ്റിസൺസിന് എല്ലാം ഫ്രീ എഡ്യൂക്കേഷനാണ്. അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് നമുക്ക് അവിടെ അവൈൽ ചെയ്യാം. പിന്നെ സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ശരി, അല്ലെങ്കിൽ അങ്ങനത്തെ ഫെസിലിറ്റീസ് ആണെങ്കിൽ ശരി, ക്രൈം റേറ്റ് കുറവ്, അങ്ങനത്തെ കുറേ ബെനിഫിറ്റുകളുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2% ആണ്. നമ്മുടെ നാട്ടിലൊരു ബാങ്കിന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8%, 10%, 11% അപ്പോൾ പൊതുവിൽ നമ്മൾ എന്തിനൊക്കെ നമ്മുടെ നാട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് സ്പെൻഡ് വരുള്ളൂ. കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ സേവ് ചെയ്ത് കോടികൾ ചെലവ് ചെയ്യുക അല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കുക എന്നുള്ള ഡയറക്ഷനിലല്ല, ലൈഫ് കുറച്ചുകൂടി ഈസി ഗോയിങ് ആണ്. ഈ യാത്രക്കിടയിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികളെ കാണാൻ സാധിച്ചോ? ഒരുപാട്. അത് നല്ല രീതിയിലുള്ള കണ്ടതുകൊണ്ട് ഒരു 150 ആളുകളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, പല പല രാജ്യങ്ങളിലായിട്ട് ചെയ്തിട്ടുള്ള. അതിൽ ആകെ കുറച്ച് പേരെ മാത്രം, ഒരു 70-80 കുട്ടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രമാണ് എനിക്ക് മീഡിയയിൽ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ബാക്കി പല ആൾക്കാരും അവിടെ പല വാഗ്ദാനങ്ങൾ കൊടുത്ത് അവിടെ എത്തിപ്പെട്ടുള്ള ആൾക്കാരാണ്. അവിടെ എത്തി അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് മീഡിയയുടെ മുമ്പിൽ വരാൻ പറ്റില്ല.
കാരണം ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതെ. അതായത് മക്കളെ ഇവിടുന്ന് വിദേശത്ത് അയക്കുക എന്ന് പറയുന്നത് പഠിക്കുന്ന വിദേശത്താ. എക്സാക്ട്ലി. അതെ. അത് മോനോട് പറ്റിക്കപ്പെട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മണ്ടനെ മുദ്രപ്പെട്ട് കുത്തുപെട്ടു നിർത്തും. നമുക്കത് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയിൽ പല കൺസൾട്ടൻസും റോങ് കൺസൾട്ടിങ് ആയിട്ടുള്ള അഡ്വൈസുകൾ കൊടുത്തിട്ടും അതൊന്നും പുറത്ത് വരാത്തതിന് റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അല്ല, സ്ട്രിക്റ്റ് റൂൾസും റെഗുലേഷൻസും ഉണ്ട്, പക്ഷെ അത് വേണ്ട രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടല്ലേ ഇത്തരം പറ്റിക്കപ്പെടലുകൾ ആവർത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കൺസൾട്ടിങ് ഇപ്പോൾ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ലൈസൻസ് ഉണ്ട് മാൻ പവർ റിക്രൂട്ട്മെന്റിന്, അതായത് വിദേശത്തേക്ക് ആളെ കയറ്റി അയക്കുന്നതിന്. പക്ഷേ ഒരു പഠിക്കാനായിട്ടൊരു കുട്ടിയെ അയക്കുന്നതിന് ഏതെങ്കിലും ഒരു കൺസൾട്ടിങ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു പരീക്ഷ, ഒരു ടെസ്റ്റ്, ഒരു ലൈസൻസോ ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ കോർപ്പറേഷൻ ലൈസൻസ് എടുത്ത ഒരാൾക്ക് ലൈറ്റ് ബോർഡ് വെച്ചിരുന്നു കഴിഞ്ഞാൽ അയാളും കൺസൾട്ടൻ്റായി. ഇതിൽ എത്ര പേര്, ഒരു 5 രാജ്യങ്ങളുടെ വിസ കണ്ടീഷൻസും അവിടെയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസും അവിടുത്തെ മെയിൻ കോൺട്രിബ്യൂട്ടിംഗ് സെക്ടേഴ്സും ഷോർട്ടേജ് സ്കിൽ ഓക്യുപ്പേഷനും പറയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എത്ര പേര് ജയിക്കുന്നത് കണ്ടറിയാം. ഈ പറ്റിക്കപ്പെടാതിരിക്കാൻ എന്താണ് പറയാനുള്ളത്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫാണ്. ഒരു കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര പേർക്ക് അത് മറ്റൊരാളുടെ ലൈഫിനെ ബാധിക്കുന്നു എന്നുള്ള ചിന്തയോടെ കൺസൾട്ടിങ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോഴും ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വർഷങ്ങളായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും, സാർ ഇത്രയും വർഷങ്ങളായിട്ട്. ഞാൻ പറയും, വർഷങ്ങൾ നിങ്ങൾ നോക്കല്ലേ, ഞാൻ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാനഡ, UK, അയർലാൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഈ 4-5 എക്കണോമികൾ, അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റവും അധികമുള്ള സ്ഥലങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? സമഗ്രമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളെ പറ്റി പറയാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടോ, കൺസൾട്ടൻ്റ് ഉണ്ടോ? ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. തീർച്ചയായും. അപ്പോൾ അത് നമ്മളെ എൻഷുർ ചെയ്യുക. ഒരു കൺസൾട്ടിങ് എന്നുള്ള ബോർഡ് വെച്ചിരിക്കുന്ന എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞ് വായിച്ചും അല്ലെങ്കിൽ കണ്ടും കേട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരെന്നുള്ള തെറ്റിദ്ധാരണ മനസ്സിൽ നിന്ന് മാറ്റുക. എന്നാൽ തന്നെ കുറേ കുഴികളും നമുക്ക് ചാടാതെ പോരാൻ പറ്റും. ഇതിലിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്നവർക്ക് അവരുടെ മുന്നിൽ പ്രധാനപ്പെട്ട ഒരു ബാരിയർ എന്ന് പറയുന്ന ഒരു തടസ്സം, ഒന്നാമത് ലാംഗ്വേജ്, രണ്ടാമത് കൾച്ചർ, അല്ലേ? ഇതെങ്ങനെ മറികടക്കാൻ പറ്റും? ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അല്ലേ? അതിന് കൃത്യമായിട്ടുള്ള പരിശീലനം തന്നെ കൊടുക്കേണ്ടതല്ലേ? നമ്മുടെ നാട്ടിൽ ആണ് നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ ഒരു രീതി അനുസരിച്ച് പറഞ്ഞു. ഞാൻ പഠിച്ച തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് എൻ്റെ ബിറ്റ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തു. അവിടുത്തെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പേടിയായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ. കാരണം നമ്മൾ സംസാരിച്ച് ശീലമില്ല. നമ്മൾ പറയുന്ന ഗ്രാമർ തെറ്റാവുമോ, എങ്ങനെയാണ് അത് ഉണ്ടാവുക, ആൾക്കാർ എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കുറേ ഇൻഹിബിഷൻസ് ഉണ്ടാവും. അത് മാറണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെ അതിന് മാറ്റണം. വേറെ ഒരു പരിഹാരവും ഇല്ല അതിന്. എത്ര നന്നായിട്ട് ഒരു പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആൾക്കാർ, അവർക്ക് വരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അതൊരു സ്കില്ലാണ്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്കില്ലല്ലേ. മറ്റേതെന്ന് പറഞ്ഞാൽ അക്കാഡമിക് ബ്രില്യൻസ് ആണ്, പഠിച്ചെടുക്കുക, ഗ്രാമർ പഠിക്കുക എന്നൊക്കെ പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ വേറെ സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കുന്നത്. നമ്മൾ ഒരു നമ്മുടെ നാട്ടിലിപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കുട്ടികൾ പുറത്ത് പോട്ടേയും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ നല്ലൊരു MBA കൊടുക്കുന്നൊരു സ്ഥാപനം എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്ന 15 മുതൽ 20 ലക്ഷം രൂപ വരെയാണ്. അത്രയും പൈസ തന്നെ നമുക്ക് പുറത്തും മുടക്കേണ്ടതുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് UK-യും കാനഡയും അയർലാൻഡിൽ ഒരു വർഷം തന്നെ 15 ലക്ഷം കൊടുക്കുന്ന സ്ഥലങ്ങൾ മാത്രം മനസ്സിൽ വരുന്നത്. മറ്റെത്രയോ ഓപ്ഷൻസ്. ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷനാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ. ഒറ്റ രൂപയില്ല, ടാക്സ് എമൗണ്ട് മാത്രം പേ ചെയ്തു. ഫ്രീ എഡ്യൂക്കേഷൻ അവിടുത്തെ സിറ്റിസൺസ് മാത്രം അല്ല, എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഫ്രീ ആണ്. അതേസമയം എന്താ ക്രൈറ്റീരിയ? ഒന്നുമില്ല, ഒരു 60% മാർക്ക് വേണം മാത്രം. ഒരു IELTS ആണെങ്കിൽ ഒരു 6.5 സ്കോർ ഓവറോൾ വേണം, വിത്ത് നോ ബാൻഡ് ലെസ് ദാൻ 6. ഇത്രേ ആവശ്യമുള്ളൂ. ഫ്രീ ആയിട്ട് പഠിക്കുക അവർക്ക്. അതേസമയം അത് വന്നപ്പോൾ ഏതാണ് ഈ ടെക്നിക്കൽ അങ്ങനെയുള്ളതാണോ? ഏത് കോഴ്സും നമുക്ക് എടുക്കാം. ഐഡിയലി ജർമ്മനിക്ക് പോകുന്ന ഒരു കുട്ടി ടെക്നോളജിക്കലി നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ജർമ്മനിയാണ് ബെസ്റ്റ് ഓപ്ഷൻ വരുന്നത്. അതിന്റെ മറ്റൊരു ഡൗൺ സൈഡോട് പറയുന്നതിനൊപ്പം തന്നെ ആ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാച്ചിലേഴ്സിന് ഒരുപാട് കുട്ടികൾ ജർമ്മനി പോകുന്നുണ്ട്. ദാറ്റ് ഈസ് എ റോങ്ങസ്റ്റ് ചോയ്സ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് തന്നെ 2 വശങ്ങളുണ്ട്. ഈ മാസ്റ്റേഴ്സിന് ഞാൻ ജർമ്മനി സജസ്റ്റ് ചെയ്യെങ്കിൽ ബാച്ചിലേഴ്സിന് പോകാൻ പറയില്ല. കാരണം ജർമ്മൻ ഭാഷ പഠിക്കണം. 1.5 വർഷം ഓരോ കുട്ടികൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കരിയറിൽ 1.5 വർഷം കളയണം നമ്മൾ. അതിനുശേഷം സ്റ്റുഡിയൻ കൊളീഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ 1 വർഷം നമ്മൾ പഠിക്കണം. എന്നിട്ടാണ് ഒരു 4 ഇയർ ഡിഗ്രിക്ക് എൻ്റർ ചെയ്യുന്നത്. നമ്മൾ 2 വർഷം കരിയറിൽ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു 15 ലക്ഷം രൂപ സേവ് ചെയ്യാനായിട്ട് 2 വർഷം കരിയറിൽ കളയാണ്. ഏറ്റവും മിനിമം ഇതിനൊരു കണക്കും കൂടെ പറയാൻ രസകരമായിട്ടുള്ളൊരു കണക്കാണ്. ഒരു 2000 യൂറോ നമുക്ക് കുട്ടി പഠിച്ചിറങ്ങി ഒരു മിനിമം സാലറി കിട്ടുന്നു വെച്ചോളൂ. 2 ലക്ഷം രൂപ, അതായത് ഒരു വർഷം 24 ലക്ഷം രൂപ, അതായത് ഒരു 50 ലക്ഷം രൂപ 2 വർഷത്തിലുള്ളത്. നമുക്ക് നേരത്തെ ജോലി എടുത്ത് തുടങ്ങിയാൽ 50 ലക്ഷം രൂപ നമുക്ക് കിട്ടേണ്ട സ്ഥാനത്ത് 15 ലക്ഷം രൂപ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 50 ലക്ഷം രൂപ കൊണ്ട് കളയുന്നത്, അല്ലേ? കരിയർ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു നമ്മൾ അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം.
കരിയർ ഡിലേ വന്നു കഴിഞ്ഞാൽ ഈ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ നേരത്തെ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അതിനേക്കാളും ഇരട്ടി സാലറി നമുക്ക് കിട്ടും. അത് നേരത്തെ മേടിക്കുന്നതിന് പകരം ഈ ഒരു 15 ലക്ഷത്തിന്റെ പിന്നാലുള്ള ഓട്ടത്തിലാണ് എല്ലാവരും നിർത്തുന്നത്. വാട്ട് അബൌട്ട് ഫ്രാൻസ്, ഇറ്റലി അതുപോലുള്ള അവിടെയൊക്കെ ഇപ്പം നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ട്. ഇറ്റലിയിൽ വിസ റെസ്ട്രിക്ഷൻസ് ഹൈ ആണ്. അതായത് ഫ്രീ എഡ്യൂക്കേഷൻ പോലെ തന്നെയാണ് അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, അങ്ങനെ ഫ്രീ ആയിട്ടുള്ളത്. പക്ഷേ അക്യൂട്ട് ആയിട്ട് വിസ റെസ്ട്രിക്ഷൻസ് ആണ് ഇറ്റലിക്ക്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് ബാരിയർ, ലാംഗ്വേജ് ഒരു സ്റ്റിഗ്മയാണ്. അതെന്ന് വെച്ചാൽ അതിന്റെ ഒരു കാരണം വെച്ചാൽ ഇംഗ്ലീഷ് അവർ അങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല അല്ലേ, കാരണം ഫ്രഞ്ചിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷ ഉണ്ടായത്. അപ്പൊ അവർ ഇംഗ്ലീഷിനെ ഒരു തരംതാഴ്ന്ന ഭാഷയായിട്ടാണ് സുപ്പീരിയർ അവർക്ക്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ നമ്മളൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ സംവിധാനത്തിനേക്കാളും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്ന പ്രൈവറ്റ് നല്ല യൂണിവേഴ്സിറ്റികൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഓരോ രാജ്യത്തിനും ഒരു കൾച്ചറും അവിടെ നമ്മൾ അതിനോട് ഇഴുകിച്ചേരാനായിട്ട് ഒരു റൂട്ടുണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ പോണ പോലെ ആവില്ല ഫ്രാൻസിൽ പോണത്, അതല്ല മറ്റൊരു രാജ്യത്ത് പോണത്. ഓരോന്നിനും ഒരു രീതികളുണ്ടാവും. ഈ രീതികൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ കൺസൾട്ട് ചെയ്യാൻ നടത്തും. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ അവർ സ്വീകരിക്കുന്നത്? ഇൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? അങ്ങനെ ഒരു ഈ കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യക്കാരെ ഒരു പടി താഴെ നിർത്തുന്ന ഒരു സ്വഭാവം. ഞാൻ അതിന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് തേക്കാനായിട്ട് അയൺ ചെയ്യാനൊക്കെ വരുന്ന തമിഴന്മാരെ പാണ്ഡ്യ എന്ന് വിളിക്കാറില്ല, നമ്മൾ അണ്ണാച്ചി എന്ന് വിളിക്കും. നമ്മൾ ബംഗാളിൽ നിന്ന് പണിക്ക് കഷ്ടപ്പെട്ട് ഇവിടെ വരുന്ന ആൾക്കാരെ ബംഗാളി എന്ന് പറഞ്ഞ പേര് തന്നെ, കഠിനാധ്വാനം ചെയ്യുന്ന ഒരുത്തിന്റെ പേര് ബംഗാളിയായി അറിയല്ലേ. നമ്മളും ഇതൊക്കെ തന്നെ ചെയ്യുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സെഗ്മെന്റ് അത് നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണോ ചെയ്യുന്നത്, വെള്ളക്കാരനായതുകൊണ്ട് അവൻ ഇല്ലാതിരിക്കൊന്നുമില്ല. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഡെഫിനറ്റ് ആയിട്ടും ഒരു പരിധി വരെ. ഇപ്പൊ US ഉണ്ടായില്ലേ, US ഒരു പോലീസുകാരനല്ലേ ഒരു ആഫ്രിക്കൻ അമേരിക്കനെ കൊന്നത് ശരിക്ക്. അപ്പോൾ എല്ലാ വികസിത രാജ്യങ്ങളിലാണെങ്കിലും അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടായിരിക്കും. ബട്ട് അതൊക്കെ നോമിനലായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നടത്തുന്നത്. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് ഇറങ്ങുന്നവർക്ക് അവിടെ തന്നെ ജോലി കിട്ടും, 100% ഉറപ്പ് പറയാൻ പറ്റും. അഥവാ അവർക്ക് സ്വന്തം നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾക്ക് ഇവിടെ അംഗീകാരമുണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും ഇപ്പോൾ ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ടും അത് യൂണിവേഴ്സിറ്റി അനുസരിച്ചാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഫേക്കും ഫ്രോഡും എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സ്ഥാപനങ്ങളുണ്ടോ, അതേപോലെ സ്ഥാപനങ്ങൾ അവിടെയും ഉണ്ട്. ഫേക്കൊന്നും ഫ്രോഡൊന്നും അല്ല, ഒരു അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഒരു അക്രഡിറ്റേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല. ആ യൂണിവേഴ്സിറ്റി എന്നുള്ളത് നല്ല എന്താ പറയുക, ഒരു റെപ്യൂട്ടഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, പ്രോപ്പറായിട്ട് അക്രഡിറ്റേഷൻ ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. എത്ര 29 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു ഇതിനകം അല്ലേ? അതെ. ഈ പോയ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി, ഇപ്പോൾ താങ്കൾ ഇന്ത്യയിൽ നിന്നാണെന്ന് അറിയാം, കേരളത്തിൽ നിന്നാണെന്ന് അറിയാം, ഇങ്ങോട്ട് വന്ന് പഠിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അവർ നാട്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഇത് ഒരു 10-15 വർഷം മുന്നേക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എഡ്യൂക്കേഷൻ്റെ ഫീ എന്ന് പറഞ്ഞാൽ കുറവായിരുന്നു. ഇന്ന് ഇവിടുത്തെ പ്രീമിയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി മാർക്കറ്റ് ചെയ്യുന്ന ഏത് സ്ഥാപനത്തിലാണ് ഒരു 10 ലക്ഷം 15 ലക്ഷം കുറവ് പഠിക്കാൻ പറ്റുന്നത്? അവരുടെ നാട്ടിൽ ഓൾറെഡി യൂറോപ്പിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അവർക്കൊരു മാക്സ് ടു മാക്സ് ഒരു 4 lakhs 5 lakhs മാത്രമേ ചെലവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ നാട്ടിൽ ചെലവ് ചെയ്യേണ്ടി വരുന്നില്ലേ? അപ്പോൾ അവരിങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യകത ഇല്ല അവർക്ക്. മുന്നേ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ എക്കണോമിക്കൽ എന്നുള്ള രീതിയിലായിരുന്നു. ഇന്ന് ശരിക്കും എക്കണോമിക്കലൊന്നും അല്ല ഇവിടുത്തെ എഡ്യൂക്കേഷൻ. കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ നല്ലോണം മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, അതിനെക്കുറിച്ചൊക്കെ അവർക്ക് അറിയാമായിരിക്കില്ലേ? ഇപ്പോൾ IITs അല്ലെങ്കിൽ IIMs ഇതല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച ബിച്ച് പിലാനി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ എനിക്ക് കയറാനായിട്ട് ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ അഡ്മിഷൻ മേടിച്ചത്. ഇറ്റ്സ് വൺ ഓഫ് ദ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ ഗ്ലോബൽ റാങ്കിങ് എന്ന് പറയുന്നത് ഏകദേശം 700 അപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടും നമ്മൾ സ്കൂൾ മുതലൊക്കെ കുട്ടികളെ IIT കയറാൻ വേണ്ടി ട്രെയിൻ ചെയ്ത് തന്നു. ആ IITസിന്റെ റാങ്കിങ് എന്ന് പറയുന്നത് 100-150 ഗ്ലോബൽ റാങ്കിങ്. ഒരു 100-150 ഗ്ലോബൽ റാങ്കിങ് ഉള്ള ഈ പറഞ്ഞ യൂറോപ്യനോ അല്ലെങ്കിൽ മറ്റ് ഒരു സ്ഥാപനങ്ങൾ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ ഞാൻ പറയില്ല, കാരണം ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ വിറ്റ് ജീവിക്കുന്ന എക്കണോമികളാണ്. അതുകൊണ്ട് തന്നെ അവർ കോസ്റ്റ് കുറച്ച് വെക്കില്ല. അവിടേക്ക് കൂടുതൽ ആൾക്കാർ ഒഴുകി എത്തുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായിരിക്കും. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എടുക്കുക, ഈ പറഞ്ഞ 100-150 വരുന്ന എത്രയോ യൂണിവേഴ്സിറ്റികളിൽ ഇവിടെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു 10-1 അംശം മതി അവിടെ അഡ്മിഷൻ മേടിക്കാനായിട്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ആവറേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും വലിയ അഡ്മിഷൻ മേടിക്കൽ ഒരു സംഭവമായി മാറുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ പോപ്പുലേഷൻ ഹൈയും മിടുക്കരായിട്ടുള്ള യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൂടുതലും അവർക്ക് പഠിക്കാൻ വേണ്ട സംവിധാനങ്ങളില്ല എന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്കുള്ള ഒഴുക്ക്, വിദ്യാർത്ഥികളുടെ ഒഴുക്ക്
അങ്ങനെ അത് കൂടിക്കൂടി വരികയാണ്, അതിൻ്റെ കണക്ക് കൂടിക്കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ലേ? യെസ്, ഒരു സംശയമില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിനെ പറ്റി പറയുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, സാർ യൂറോപ്പിൽ ലാംഗ്വേജ് ബാരിയർ വരില്ലേ, അപ്പോൾ പാർട്ട് ടൈം ജോലി നമുക്ക് എങ്ങനെ കിട്ടുക? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, പാർട്ട് ടൈം ജോബ് അവൈലബിലിറ്റി ഇൻ കാനഡ, UK, അയർലൻഡ് ഒക്കെ എല്ലായിടത്തും ഇല്ലേ. അതൊക്കെ എക്കണോമി ചെറുതായിട്ടാണ്, 2-3 ട്രില്യൺ എക്കണോമി ഇല്ലേ കാനഡയും UK എന്നൊക്കെ പറഞ്ഞാൽ. അവിടെ എങ്ങനെയാണ് പ്രശ്നം വരുന്നത്? അതായത് ഒരു 10 വർഷം മുന്നേ ഈ ട്രെൻഡ് പിക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ എത്ര ഈസി ആയിട്ടാണോ കുട്ടികൾക്ക് പാർട്ട് ടൈം കിട്ടിയിരുന്നതും അല്ലെങ്കിൽ ജോലി കിട്ടിയിരുന്നത്, ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കരുത്. കാരണം ഇന്ത്യയിൽ നിന്ന് മാത്രം 13.5 ലക്ഷം കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ കോമ്പറ്റീഷൻ ഇനിയും അത് കൂടിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ നിന്ന് 34,000 പിള്ളേരാണ് പോകുന്നത്. അത് 1 lakh ആവുമെന്ന് പറഞ്ഞ അടുത്തൊരു 5 yearsൽ. അപ്പോൾ അങ്ങനെ ഗ്രോത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും പിള്ളേർ അവിടെ എത്തുന്നുണ്ടല്ലോ, അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ വരും. അപ്പോൾ പാർട്ട് ടൈം ജോബ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ലാംഗ്വേജ് ബാരിയർ കൊണ്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല, കോമ്പറ്റീഷൻ കൊണ്ട് ഉണ്ടാവുന്ന കാര്യമാണ്. അതിൽ മിടുക്കരായിട്ടുള്ള പിള്ളേർ എക്സൽ ചെയ്യും. വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിലും ചുവപ്പ് പരവതാനി വിരിച്ചിരിക്കുകയാണ്. അതെ, ഇങ്ങോട്ടേക്ക് വരും. അതിനെങ്ങനെയാണ് കാണുന്നത്? അതിനർത്ഥമില്ലല്ലോ. നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം, നമ്മുടെ നാട്ടിലൊരു കോളേജിൽ അഡ്മിഷൻ മേടിച്ചാൽ, ഇപ്പോൾ തൃശ്ശൂരാണെന്ന് വെച്ചാൽ തൃശ്ശൂരിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാരാണ് പഠിക്കുന്നുണ്ടാവുക അല്ലേ. നമ്മൾ നേരെ മറിച്ച് വിദേശത്തുള്ള സർവകലാശാലയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒരു മിക്സ് ഓഫ് കൾച്ചറാണ്. അതിൽ നമ്മൾ ഇടപഴകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. കൺസൾട്ടൻസികൾ നമ്മുടെ നാട്ടിൽ അനവധിയുണ്ട്. എങ്ങനെയുള്ള കൺസൾട്ടൻസികളെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് ഞാൻ പറയുന്ന കാര്യമുണ്ട്, ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ, അതായത് പ്രോമിസായിട്ട് നിങ്ങൾക്ക് സീറ്റ് മേടിച്ചു തരാം, പ്രോമിസായിട്ട് വിസ മേടിച്ചു തരാം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും പോരുത്. അപ്പോൾ കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുന്നവരെ വിശ്വസിക്കാതിരിക്കുക. എക്സാക്ട്ലി, വെരി സിമ്പിൾ. പിന്നെ നമ്മുടെ കരിയർ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊരു എഫേർട്ട് നമ്മൾ ഇടണം എന്നുള്ളത് മനസ്സിലാക്കുക. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. അപ്പോൾ വിദേശത്ത് അവർ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ കുറിച്ച്, പരിശീലനത്തെക്കുറിച്ച്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് അതൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ, ഈ പറഞ്ഞതിൽ നിന്നും കൂടുതൽ സമഗ്രമായിട്ടുള്ളൊരു ചിത്രം കിട്ടണമെങ്കിൽ ദിലീപിനെ ബന്ധപ്പെട്ടാൽ മതി അല്ലേ? ഡെഫിനറ്റ്. എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ തന്നെ പേഴ്സണലി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുവിധമുള്ള എല്ലാ മെസ്സേജുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എൻ്റെ പേരിൽ മാസ്റ്റർ കൺസൾട്ട് എന്നുള്ള പേരിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. ഡെഫിനറ്റായിട്ടും ആർക്കും വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാമെന്ന് അർത്ഥം. പൊതുവിൽ പരാതികളാണോ കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ എല്ലാം ഉണ്ട്? ഉണ്ട്, എൻക്വയറീസ് ആയിട്ട് വരും, എവിടെ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, പല രീതിയിലുള്ള മിക്സാണത്. ഓക്കെ, ഇപ്പം വളരെയധികം നന്ദി. ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് ഈ ഒരു വിഷയത്തിൽ വളരെ ആധികാരികമായി സംസാരിച്ചതാണ്. താങ്ക് യു.